ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്ത ഈശോ തമ്പുരാൻ്റെ തിരുപ്പിറവിയിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നും നടത്തുന്ന യാത്രയാണ് ഈ സദ്വാർത്ത ശുശ്രൂഷ. ഈ ഒരുക്ക നാളുകളുടെ നമ്മൾ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ആരംഭിച്ച ഈ ശുശ്രൂഷത ഒരാഴ്ച പിന്നിടുകയാണ്. നമ്മളെ തന്നെ വിലയിരുത്തി നമുക്ക് വീണ്ടും ഒരുങ്ങാം. ഈ ദിവസങ്ങളിലെ ഒരുക്കങ്ങളിൽ വന്നുപോയ കുറവുകളെ തിരിച്ചറിയാം. കുറച്ചുകൂടെ അധിക താല്പര്യത്തോടെ പ്രാർത്ഥനയ്ക്കായി ഒരല്പസമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിച്ചതുപോലെ ഈ പ്രിൻ്റഡ് പ്രയേഴ്സ് നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പ്രിൻ്റഡ് ഫോമിലാണ്. തയ്യാറാക്കപ്പെട്ട അച്ചടിച്ച് നൽകിയ പ്രാർത്ഥനകളുടെ നീണ്ട ലിസ്റ്റ് നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. ഈവൻ ജപമാല പോലും അതാണ്, തയ്യാറാക്കിയൊരു പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലുന്നത്. നല്ല കാര്യം. ആ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകട്ടെ. പരിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടാകട്ടെ. മറ്റ് നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അതിനെല്ലാം ഒടുക്കമുണ്ടല്ലോ. ഒരു 5-10 മിനിറ്റ് നിശബ്ദതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് ഈ നാളുകളിലെങ്കിലും കഴിയണം. വെറുതെ കർത്താവിൻ്റെ മുമ്പിൽ അങ്ങ് ഇരുന്ന് കൊടുക്കുക. ആ നേരത്ത് കാണാപ്പാടാൻ പഠിച്ചൊരു പ്രാർത്ഥന ഉരുവിരണ്ട, ഒരു പുസ്തകം നോക്കി പ്രാർത്ഥിക്കേണ്ട. മറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നതാണ്, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് സിറ്റ് ക്വയറ്റ്, സ്റ്റേ കാം. കർത്താവിൻ്റെ തിരുമുമ്പാകെ സ്വസ്ഥതയോടെ ഒന്നിരുന്ന് കൊടുക്കുക. കർത്താവേ, ഹിയർ ഐ ആം, ഇതാ ദാസൻ, ഇതാ ദാസി എന്ന ഭാവത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്നിരിക്കാൻ സ്നേഹപൂർവ്വം ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈശോ തമ്പുരാൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് കർത്താവിങ്കലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, തിരുക്കുടുംബത്തിൻ്റെ ചാരത്തേക്ക് എത്തിയ 2 കൂട്ടരെ കുറിച്ചാണ്. ആരൊക്കെയായിരിക്കും അത്? അതായത് തിരുക്കുടുംബത്തിൻ്റെ ചാരത്തേക്ക് എത്തിയ 2 കൂട്ടർ. പുൽക്കൂട്ടിലേക്കല്ല, ഒരു കൂട്ടർ പുൽക്കൂട്ടിലേക്കും എത്തി, മറ്റൊരു കൂട്ടർ ഭവനത്തിലേക്കും എത്തി. ആരാണ് 2 കൂട്ടർ? ഒന്ന് ആട്ടിടയന്മാർ, രണ്ടാമത്തത് കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ. ഓർക്കേണ്ട ഒരു കാര്യം, പണ്ടൊരിക്കൽ ഞാൻ ഗ്ലോറിയ ധ്യാനത്തിൽ ഷാലോം TV തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ, നമ്മൾ പൂജരാജാക്കന്മാർ എന്ന് വിളിക്കുന്നവർ, ഹോളി മജായിസ് എന്ന് വിളിക്കുന്നവർ, അവർ വന്നു കയറിയത് പുൽക്കൂട്ടിലേക്കല്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പുൽക്കൂട് ഒരുക്കുമ്പോൾ പുൽക്കൂടിനകത്ത് കൊണ്ടുപോയി ഈ ജ്ഞാനികളെ വെക്കരുത്, ഈ രാജാക്കന്മാരെ വെക്കരുത്. അത് ബിബ്ലിക്കലല്ല, അത് സ്ക്രിപ്ചറിന് ചേരുന്നതല്ല. അവർ ഓൺ ദ വേ ആണ് ആ നേരത്ത്. അതുകൊണ്ട് പുൽക്കൂടിൻ്റെ പുറത്തോട്ട് മാറി ഒരു വഴിയൊക്കെ ഉണ്ടാക്കി അതുങ്ങളെ 3 പേരെയും അങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നതാണ് കുറച്ചുകൂടെ മീനിങ് ഫുൾ. പുൽക്കൂട്ടിലെത്തി കർത്താവിനെ കണ്ടത് ആട്ടിടയന്മാരാണ്. അത് ബൈബിളിൽ തന്നെയുണ്ട്. പൂജരാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഭവനത്തിലെത്തി ശിശുവിനെ അമ്മയോടൊപ്പം കണ്ട് ആരാധിച്ചുവെന്ന. ഭവനത്തിൽ, അതിൻ്റെ അർത്ഥം എന്താ? ആ പുൽക്കൂട്ടിലാണ് കർത്താവ് തമ്പുരാനെ പെറ്റിട്ടതെങ്കിലും പിന്നീട് അവർ മെല്ലെ അവിടെ സെറ്റിൽഡായി. ബേത്ലഹേമിൽ ഒരു വീടൊക്കെ എടുത്ത് അവിടെ താമസം തുടങ്ങി കാണണം. അതും 1-2 ദിവസം കൊണ്ടല്ല ഇവർ ഓടിയെത്തിയത്, സമയം എടുത്തിട്ടുമുണ്ട് കേട്ടോ. അത് ഓർത്തേക്കണേ. നമ്മുടെ വിചാരം ഇവർ ഞൊടിയിടയിൽ നക്ഷത്രം കണ്ടു ഓടിപ്പിടിച്ച് പുൽക്കൂട്ടിലേക്ക് എത്തി, കാലിത്തൊഴുത്തിലേക്ക് എത്തി, അല്ല. ഇവർ ഏകദേശം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഏകദേശം ഒരു 2 വർഷത്തിനടുത്തെങ്കിലും യാത്ര ചെയ്താണ് ഈ പൂജരാജാക്കന്മാർ, കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ കർത്താവിലേക്ക് എത്തിയത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതുകൊണ്ടാണ് ഹെറോദോസ് അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച്, അതായത് എപ്പോഴാണ് നിങ്ങൾ നക്ഷത്രം കണ്ടത് എന്ന് ചോദിച്ച് ശിശു പിറന്ന സമയം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് ഹെറോദോസ് പ്രഖ്യാപിച്ചു, എന്ത്? 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണം. അപ്പോൾ ഏകദേശം 2 വർഷത്തിനടുത്തായി ഇവരുടെ യാത്ര. പൂജരാജാക്കന്മാർ കർത്താവിലേക്ക് എത്തിയത് ഒറ്റ ദിവസം കൊണ്ടല്ല. അവരുടെ പെർസീവറൻസ്, നിലനിൽപ്പ്, യാത്ര ചെയ്ത് അവർ കർത്താവിലേക്ക് എത്തിയത്. ഇന്നലെ കാലിത്തൊഴുത്തി പിറന്ന കൊച്ചിനെ കൊല്ലാൻ വേണ്ടി 2 വയസ്സിന് താഴെയുള്ള പിള്ളേരെ എല്ലാം ഹെറോദോസിന് കൊല്ലേണ്ട കാര്യമുണ്ടോന്നേ. ഈ കണക്കാണ്. ഇങ്ങനെയാണത് ഇങ്ങനെ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തുടങ്ങി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ 2 കൂട്ടരെ, ഒന്ന് ആട്ടിടയന്മാർ, ഒന്നാമത്തത് ആട്ടിടയന്മാർ. ആട്ടിടയന്മാർക്ക് ദൈവദർശനം കിട്ടുന്നത് എങ്ങനെയാണ്? അവരെക്കുറിച്ച് പറയുന്നത്
അവർ രാത്രിയിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഏൽപ്പിക്കപ്പെട്ട പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടർ. അവരുടെ അടുത്തേക്ക് ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പോൾ ഇതുങ്ങൾ എന്നാൽ പിന്നെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് അതുങ്ങളെല്ലാം കൂടെ പുൽക്കൂട്ടിൽ ചെല്ലുന്നു. ഇപ്പുറത്തൊരു കൂട്ടർ, ഈ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ, അവരുടെ ബുദ്ധി, അവർക്ക് ദൈവം നൽകിയ ബുദ്ധി, അറിവ് ഉപയോഗിച്ച് കാലത്തിൻ്റെ അടയാളങ്ങളെ വായിച്ചും വ്യാഖ്യാനിച്ചും എടുത്ത് രക്ഷകൻ്റെ പിറവി അവർ മനസ്സിലാക്കിയെടുത്തു. ഇപ്പം 2 ശൈലികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരു വശത്ത് ഈ ആട്ടിടയന്മാർ, ഇപ്പുറത്ത് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ. ഇത് രണ്ടും 2 സുവിശേഷങ്ങളിലാണ് കേട്ടോ, രണ്ടും കൂടി ഒരു സുവിശേഷത്തിൽ കിടപ്പില്ല. ആട്ടിടയന്മാരുടെ നറേഷൻ കിടക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. നിങ്ങൾ ബൈബിൾ എടുക്കുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ് ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ചത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കിഴക്ക് നിന്ന ജ്ഞാനികളോ, അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. അതിന് രണ്ടിനെയും കൂടെ നമ്മൾ ഇന്ന് ക്ലബ് ചെയ്ത് ഒരുമിച്ച് ധ്യാനിക്കുകയാണ്, ഈ 2 ശൈലികളെ. ആ ശൈലികൾ എന്താണെന്നുള്ളത് കേട്ട് മെല്ലെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. എൻ്റെ കൂടെ തന്നെ നിൽക്കുക, ഒരുമിച്ച് നമുക്ക് നടക്കാം. ലൂക്ക 2:8 മുതലുള്ള വാക്യങ്ങളിൽ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവർ വയലിൽ ആടുകൾക്ക് കാവല് കിടക്കുകയാണ്. അവിടെയാണ് സംഭവിച്ചത്. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ഈ കർത്താവിൻ്റെ മഹത്വം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഷക്കീന, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. എന്നിട്ട് അവർക്ക് വെളിപാട് കൊടുക്കുകയാണ്, അവർക്ക് വലിയ റെവലേഷൻ ഈ ദൂതഗണം കൊടുക്കുകയാണ്. എന്നറിയാമോ ഇതിൻ്റെ 2ൻ്റെ ശൈലിയുടെ വ്യത്യാസം? ശ്രദ്ധിച്ചിരിക്കുക. ഇന്നും നമുക്കിടയിലുള്ള 2 ശൈലികളാണിത്. ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ അനുദിന വ്യാപാരങ്ങളിൽ ആയിരിക്കുന്ന മനുഷ്യർ, അവർക്ക് ഈ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കിടന്ന് പാടുപെട്ട് മല്ലിട്ട് പണിയെടുക്കുന്ന മനുഷ്യർ, അവർക്ക് ചില നേരങ്ങളിൽ പെട്ടെന്ന് ചില ദൈവാനുഭവങ്ങൾ ഉണ്ടാകും, ഇൻസ്പിരേഷൻസ് ഉണ്ടാകും. ഇൻസ്പയേർഡ് ഫെയ്ത്ത് എന്ന് പറയും. ഇൻസ്പയേർഡ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവരൊരു എഫേർട്ടും എടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, രക്ഷകൻ പിറന്നു എന്ന കാര്യം അറിയാനോ രക്ഷകനെ കാണാനോ ഇവരായിട്ട്, ഈ ആട്ടിടയന്മാരായിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അവർ ചെയ്തത് അവരുടെ പണി ചെയ്തു. അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് കർത്താവ് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, രക്ഷകൻ പിറന്നു. ചിലപ്പോൾ അങ്ങനെയാണ്, പ്രത്യേകിച്ചൊരു എഫേർട്ടോ ദൈവാന്വേഷണമോ ഒന്നും ഉണ്ടായില്ല. ചുമ്മാ ജീവിച്ചു പോകുന്നിടയ്ക്ക് കർത്താവ് വന്നിട്ട് പറയുകയാണ്, ഒരു കാഴ്ച കാണണോ, വാ എൻ്റെ കൂടെ വാ, കാണിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എവറിത്തിങ് ഈസ് ഗിഫ്റ്റഡ് ഫോർ ദം. ഇപ്പുറത്തൊരു കൂട്ടർ, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ. അവരുടെ ശൈലി എന്താണ്? അവരുടെ ശൈലി ദൈവം നൽകിയ ബുദ്ധിയെ ദൈവത്തെ അന്വേഷിക്കാനായി ഇൻവെസ്റ്റ് ചെയ്തവർ. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അവർക്കതറിയുകയും ചെയ്യാം, ഞങ്ങൾക്ക് ബുദ്ധി നൽകിയത് ദൈവമാണ്, ഞങ്ങൾ കഴിവുകൾ നൽകിയത് ദൈവമാണ്. ആ ബുദ്ധി ഉപയോഗിച്ച്, ആ കഴിവ് ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നതിൽ എഫേർട്ട് എടുക്കുന്നവർ. അവർ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കും, അവർ കൂടുതൽ വായിക്കും, അവർ ഈ പറഞ്ഞ കാലത്തിൻ്റെ അടയാളങ്ങളെ വായിച്ചെടുക്കും, അതിനെ ഡീറ്റെയിൽ ചെയ്യും, വ്യാഖ്യാനിക്കും. അങ്ങനെ ദൈവാന്വേഷകരായിട്ട് ജീവിക്കുന്നവർ. ഇതിൻ്റെ പേരാണ് അക്വയേർഡ് ഫെയ്ത്ത്. അതിൻ്റെ ബിഗിനിങ് പോയിന്റ് കർത്താവ് തന്നെയാണ്, സംശയമില്ല. കാരണം ബുദ്ധി കൊടുത്തത് കർത്താവാണ്. പക്ഷേ ഇത് കൂടുതൽ അക്വയേർഡാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് കർത്താവിലേക്ക് എത്തുന്നവർ. ഇപ്പുറത്തൊരു കൂട്ടർ ഒന്നും ചെയ്തില്ല, അവർക്ക് ദൈവം അങ്ങ് കൃപയായിട്ട് കൊടുത്തു. അപ്പം നമ്മൾ ചോദിക്കരുത് എന്തിനാ ഇവർക്ക് കൊടുത്തത്, നമുക്ക് ഉത്തരവില്ല. അത് കർത്താവിൻ്റെ ബെനവലൻസ്, കർത്താവിൻ്റെ തീരുമാനമാണ്. കർത്താവ് തീരുമാനിച്ചു ഇവർക്കിപ്പോൾ കൊടുക്കണം. ഒരു വശത്ത് കൃപ, മനസ്സിലാക്കിക്കേ, ഒരു വശത്ത് കൃപ, ഇപ്പുറത്ത് അറിവ്. കൃപയും അറിവും ചേരണം. ശരിക്കും പറഞ്ഞാൽ ഈ 2 കൂട്ടർ ഇന്നും സഭയിലുണ്ട്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ചില ആളുകൾ അവർ കർത്താവിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടും. നമ്മൾ ചോദിക്കും, ചേട്ടൻ എവിടെയാണ് തിയോളജി പഠിച്ചത്? ഏത് പുസ്തകത്തിൽ ഇതൊക്കെ വായിച്ചത്? എങ്ങും പഠിച്ചിട്ടില്ല, എങ്ങും വായിച്ചിട്ടില്ല. പക്ഷെ കർത്താവിനെ കുറിച്ച് ഭയങ്കര ക്ലാരിറ്റിയാണ്, വിശ്വാസ കാര്യങ്ങളിൽ ഭയങ്കര തീക്ഷ്ണതയാണ്. അതെങ്ങനെ സംഭവിച്ചതാണ്? ആട്ടിടയന്മാർക്കെന്നതുപോലെ ദൈവം കൃപയായി ദാനമായി കൊടുത്തവർ. ഇപ്പുറത്ത് കഷ്ടപ്പെട്ട് വായിച്ച്, ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച്, ബൈബിൾ തന്നെ പല ആവർത്തി വായിച്ച്, പല ഗുരുമുഖങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേട്ടു പഠിച്ച്, സമയം അതിനുവേണ്ടി ചെലവഴിച്ച്
പഠിച്ചെടുക്കുന്ന ഒരു സമൂഹം. ഇത് രണ്ടും ഇന്നും സഭയിലുണ്ട്. അപ്പോൾ ഇതൊന്നൊന്നിനേക്കാൾ മോശമോ ഒന്നൊന്നിനേക്കാൾ മെച്ചമാണെന്ന് വിചാരിക്കാതിരുന്നാൽ മതി. നമ്മുടെ കുഴപ്പം എന്നറിയാമോ? നമ്മുടെ കുഴപ്പം ഈ ഇൻസ്പയർഡ് ഫെയ്ത്ത് കിട്ടിയവർ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ നേരിട്ട് തന്ന അനുഭവത്തിൽ ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേർക്കെങ്കിലും ഇപ്പുറത്ത് പഠിച്ചും കഷ്ടപ്പെട്ടും കർത്താവിനെ അറിയുന്നവരോട് പുച്ഛം വരും. ഞങ്ങൾക്കേ ഉള്ളൂ പരിശുദ്ധാത്മാവ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല, നിങ്ങളത് മുഴുവൻ പുസ്തകത്തിലെ അറിവുകളാണ്, ഞങ്ങൾക്കേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. അരുത്, അത് പറയരുത്. പുസ്തകത്തിലെ അറിവിൻ്റെയും പിന്നിൽ ആരാ ഉള്ളത്? ദൈവം. അതിൻ്റെ പിന്നിലും അവരെ അതിന് പ്രചോദിപ്പിക്കുന്നത് ദൈവമാണ്. ഇപ്പുറത്ത് അറിഞ്ഞും പഠിച്ചും വലിയ തിയോളജിയൻസിന് ഒരു ഘട്ടമെത്തുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഇൻസ്പയർഡ് ഫെയ്ത്തിൽ ജീവിക്കുന്നവരോട് ഒരു പുച്ഛം വരും. നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ്? വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഡിഗ്രി ഉണ്ടോ? ഡോക്ടറേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അരുത്, ഇത് രണ്ടും വേണം സഭയിൽ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സഭയിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ ആട്ടിടയന്മാർക്കും റോളുണ്ട്, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്കും റോളുണ്ട്. ഇത് രണ്ടും സമം ചേരണം. ഇത് രണ്ടും സമം ചേരുന്നിടത്താണ് സഭ അവളുടെ വിശ്വാസ ജീവിതം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് ജീവിക്കുന്നത്. ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്നറിയാമോ? ഓരോരുത്തരും തീരുമാനിക്കണം, എന്നിൽ ആട്ടിടയന്മാരും എന്നിൽ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളും ഉണ്ടാകണം. രണ്ട് ശ്രമങ്ങളും നടക്കണം. ഒരു വശത്ത് ദൈവകൃപയുടെ മുമ്പിൽ നിന്നു കൊടുക്കണം. അവിടെ ഭയങ്കര എളുപ്പമാണ്, ഒന്നും അറിയണ്ട, കർത്താവ് നടത്തിക്കോളും. ആട്ടിടയന്മാരെ എന്ന പോലെ നിന്നു കൊടുത്താൽ മതി. സറണ്ടർ, കീഴടങ്ങി നിന്നാൽ മതി. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട പണി നന്നായിട്ട് ചെയ്താൽ മതി. കുടുംബം നോക്കാൻ ഏൽപ്പിച്ചവൻ കുടുംബം നന്നായിട്ട് നോക്കിയാൽ മതി. അവൻ വലിയ പ്രാർത്ഥനക്കാരനായിരിക്കത്തില്ല കേട്ടോ, ഒത്തിരി മുട്ടുകുത്തി നിന്നിട്ടില്ല, 100 ബൈബിൾ വാക്യം അവന് കാണാപ്പാട് അറിയത്തില്ല, അവൻ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ സ്വന്തം കൈപ്പടൽ എഴുതിയിട്ടില്ല. കാരണം അതിലൊന്നും അവന് നേരം കിട്ടിയിട്ടില്ല. അവൻ എന്താ ചെയ്യുന്നത്? അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട്. മതിയെന്ന്. അങ്ങനെ പണിയെടുക്കുന്നവർക്ക് കർത്താവ് കൊടുക്കും. ആട്ടിടയന്മാർക്ക് കർത്താവ് ഈ വലിയ സദ്വാർത്ത കൊടുത്തെങ്കിൽ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് കർത്താവ് അവൻ്റെ സദ്വാർത്ത നൽകിയിരിക്കും. അല്ലാതെ തൊഴിലും ജീവിതമാർഗങ്ങളും വരുമാന മാർഗങ്ങളും എല്ലാം പൂട്ടിക്കെട്ടി മുഴുവൻ സമയ പ്രാർത്ഥനക്കാരനാകണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ വിചാരിക്കാതെ ഓരോരുത്തർക്കും ഓരോ വിളി കൊടുത്തിട്ടുണ്ട് കർത്താവ്. ഈ ആട്ടിടയന്മാരോട് പറഞ്ഞില്ലല്ലോ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ. അല്ല, ചെയ്യുന്ന പണിയിൽ കർത്താവ് ഇടപെടും. ചെയ്യുന്ന ശുശ്രൂഷയിൽ കർത്താവ് നിനക്ക് ദൂത് നൽകും. ഇത് ഇന്ന് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വളരെ സ്നേഹത്തോടെയും എന്നാൽ വചനത്തെ അധികരിച്ചുമാണ് പറയുന്നത്. ഇന്നൊരു ട്രെൻഡ്, ഇതിനു മുമ്പ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയിലോ മറ്റോ എങ്ങാണ്ട് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം. ഇന്നത്തെ ഒരു ട്രെൻഡ് പണിയെടുക്കാൻ വയ്യാത്തവൻ്റെ ഒളിച്ചോട്ടമായിട്ട് പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കാൻ മനസ്സില്ലാത്തവൻ്റെ ഒളി സങ്കേതമായി പ്രാർത്ഥന ഇടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയത അലസതയുടെ ഓമനപ്പേരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതായത് ശരിക്കും ഒരു ജീവന മാർഗം കർത്താവ് തന്നു, പണിയെടുക്കാൻ ആരോഗ്യം നൽകി, ബുദ്ധി നൽകി, പക്ഷെ അതൊന്നും ചെയ്യാൻ വയ്യ, എന്നിട്ട് പറയുകയാണ് പ്രാർത്ഥനക്കാരനാണെന്ന്. അരുത്, അത് ചെയ്യ്. കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീ ആ തൊഴിൽ നന്നായിട്ട് ചെയ്യ്. നമുക്ക് ആ തൊഴിൽ ചെയ്യുന്നവരെയും ഈ ഭൂമിക്ക് സ്വർഗത്തിന് ആവശ്യമുണ്ട്. ആ പണി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവിളി നീ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ചെയ്യ്. എല്ലാവരും കൂടെ ഇതെല്ലാം കൂടെ പൂട്ടിക്കെട്ടി മുഴുവൻ സമയവും പ്രാർത്ഥനക്കാരായാൽ ലോകം അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടുംബജീവിത ദൈവവിളി കർത്താവ് തരത്തില്ലായിരുന്നല്ലോ. നമ്മളെ വല്ല സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കത്തില്ലായിരുന്നു എല്ലാവരെയും കൂടെ. കുടുംബജീവിതത്തിൻ്റെ ദൈവവിളി സ്വീകരിച്ചവർ ഓർക്കേണ്ടത്, നിനക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആട്ടിൻപറ്റ ഉണ്ട്. നിനക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആട്ടിൻപറ്റ ഉണ്ട്. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ മാതാപിതാക്കൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻപറ്റമാണ്. ആ ആട്ടിൻപറ്റത്തെ ഉറക്കമിളച്ച് ഇടയന്മാരെന്നതുപോലെ ഉറക്കമിളച്ച് നീ പരിപാലിക്കുമ്പോൾ ആ പരിപാലനയും നിന്റെ ശ്രദ്ധയും കണ്ട് ദൈവം അതിൽ സംപ്രീതനായി നിനക്കുള്ള സദ്വാർത്ത നിന്റെ മുമ്പിൽ എത്തിച്ചോളും. അതുകൊണ്ട് ആ ശുശ്രൂഷ നന്നായിട്ട് ചെയ്യുക. ഇപ്പുറത്തതാണ് മെച്ചമെന്ന് വിചാരിക്കരുത്. ഓരോന്നിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇപ്പുറത്ത് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളുടെ ശൈലിയിലുള്ളൊരു വിശ്വാസ ജീവിതം ജീവിക്കാൻ വിളി കിട്ടിയവർ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ കർത്താവിനെ അന്വേഷിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ പഠിക്കുക. ആ പഠനം ദൈവജനത്തിന് പങ്കുവെച്ചു കൊടുക്കുക. രണ്ട് ശുശ്രൂഷയും ചേരണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പത്രോസും പൗലോസും ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ്. ഈ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളുടെയും ഈ ആട്ടിടയന്മാരുടെയും രണ്ട് നല്ല ഉദാഹരണങ്ങളാണ് പത്രോസും പൗലോസും. പത്രോസ് ഏതിനകത്ത് ഉൾപ്പെടും? ഈ രണ്ടെണ്ണത്തിൽ ഏതായിരിക്കും പത്രോസിന് കൂടുതൽ ചേർച്ച? കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളുടെ ഗണത്തിൽ പെടുമോ അതോ ഈ ആട്ടിടയന്മാരുടെ ഗണത്തിൽ പെടുമോ പത്രോസ്?
പത്രോസ് കുറെ കൂടെ നെയ്വാണ്, കുറെ കൂടെ സാധാരണക്കാരനാണ് പത്രോസ്. ആട്ടിടയന്മാരെ പോലെ ഒരാള്. ആട്ടിടയന്മാരുടെ പ്രത്യേകത എന്താ? അവരുടെ പണി നന്നായിട്ട് ചെയ്തു. പത്രോസ് എന്താ ചെയ്തേ? പത്രോസ് അവന്റെ പണി നന്നായിട്ട് ചെയ്തു. അവനറിയാവുന്ന പണി എന്താ? മുക്കുവനാണ് അവൻ, മുക്കുവനാണ്. അവന് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല ഉള്ളത് പറഞ്ഞാൽ. കാരണം അവന്റെ ജീവിത സാഹചര്യം അവനെ അതിന് അനുവദിച്ചില്ല. അത്രമേൽ വിശുദ്ധ ലിഖിതം പഠിക്കാനോ ദേവാലയത്തിൽ പോകാനോ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അവന്. അവന്റെ കുലത്തൊഴിൽ എന്ന് പറയാവുന്നൊരു തൊഴിൽ നന്നായിട്ട് ചെയ്തു. മീൻ പിടിച്ചു, വള്ളം നോക്കി, വല നോക്കി, കുടുംബം നോക്കി. അത് നോക്കിയിരുന്നവനെ കർത്താവ് വിളിച്ചു. ആട്ടിടയന്മാർക്ക് സദ്വാർത്ത കൊടുത്തതുപോലെ അവന്റെ പണി നന്നായിട്ട് ചെയ്ത പത്രോസിനെ, സാധാരണക്കാരനായ പത്രോസിനെ കർത്താവ് വിളിച്ചു. ഇപ്പുറത്ത് പൗലോസ് അങ്ങനല്ല. പൗലോസ് പണ്ഡിതനാണ്. പൗലോസ് അഗാധ പണ്ഡിതനാണ്. അതുകൊണ്ടാണ് ഗമാലിയേലിന്റെ കീഴിൽ ശിക്ഷണം കിട്ടിയ വേദങ്ങളെക്കുറിച്ച്, നിയമഗ്രന്ഥങ്ങളെക്കുറിച്ച്, തോറയെക്കുറിച്ച് നല്ല ധാരണയുള്ള അറിവുള്ളവനാണ് ആര്? പൗലോസ്. ഇത് രണ്ടും ചേരണം. സഭയിൽ നമുക്ക് പത്രോസും വേണം, പൗലോസും വേണം. കൃപയും പ്രവർത്തിക്കണം, ഇപ്പുറത്ത് അറിവും ഉണ്ടാകണം. അനുഭവത്തിൻ്റെ ഒരു തലം ഉണ്ടാകണം. സിമ്പിൾ ഫെയ്ത്തിൻ്റെ എക്സ്പീരിയൻഷ്യൽ ലെവലിലുള്ള ഒരു അനുഭവ തലം ഉണ്ടാകണം സഭയിൽ. ഇപ്പുറത്ത് അറിവ് നന്നായിട്ടുണ്ടാകണം സഭയിൽ, നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമ്മൾ ചോദിക്കും, ഇത് രണ്ടും ഉണ്ടാകാതെ ഒരെണ്ണം മാത്രം ഉണ്ടായാൽ എന്താ കുഴപ്പം? അത് മനസ്സിലാക്കി വെക്കണേ. പ്രത്യേകിച്ച് ഇന്ന് ഈ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ആത്മീയത അരങ്ങു വാഴുന്നൊരു കാലത്ത്, കുറേ കാലത്ത് അങ്ങോട്ട്, കുറേ കാലത്ത് ഇങ്ങോട്ട്, അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയുടെ കൾച്ചർ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഇത് അനുഭവം മാത്രമായി പോയാൽ, വിശ്വാസത്തെ കേവലം ഒരു വൈകാരിക തലത്തിൽ, ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ മാത്രം നിർത്തിയാനുള്ള കുഴപ്പം ശ്രദ്ധിച്ചിരിക്കുക. അനുഭവ തലത്തിൽ മാത്രം വിശ്വാസം നിന്നാൽ വിശ്വാസം അന്ധവിശ്വാസമാകുന്ന കാലം വിദൂരത്തല്ല. വിശ്വാസം അന്ധവിശ്വാസമാകുന്ന കാലം വിദൂരത്തല്ല. കാരണം വിശ്വാസത്തെ കേവലം വൈകാരികതയായി, അനുഭവമായി മാത്രം ചുരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് എന്തു വേണം? അറിവ് വേണം, അറിവ് വേണം. നമ്മുടെ വിശ്വാസത്തെ അനുഭവ തലത്തിൽ നമ്മൾ ആർജിച്ച വിശ്വാസത്തെ അറിവ് കൊണ്ട് ശുദ്ധീകരിക്കുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇന്നെന്താ പറ്റിക്കൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥനയുടെ പേരിൽ, വിശ്വാസം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ആചാരങ്ങൾ ഇപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ പറ്റിയത്? അറിവില്ലാത്ത വിശ്വാസം. അറിവില്ലാത്ത വിശ്വാസം നമ്മളറിയാതെ നമ്മളെ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് അറിവ് മാത്രമായാൽ എന്താ കുഴപ്പം? അറിവ് മാത്രമായ ഭയങ്കര ഡ്രൈ ആണ് വിശ്വാസം. മാംസമില്ല വിശ്വാസത്തിന്. മനുഷ്യൻ്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരാത്ത പുസ്തകങ്ങളിലെ വിശ്വാസ പാഠങ്ങളായി മാത്രം അത് ചുരുങ്ങിപ്പോകും. അപ്പം എന്ത് പറ്റും? ഇതൊട്ടും അപ്പീലിംഗ് അല്ല. ദൈവാനുഭവം കിട്ടില്ല. ബുദ്ധിക്ക് മാത്രം അപ്പീലിംഗ് ആയ അറിവിൻ്റെ തലത്തിൽ വിശ്വാസം നിന്നാൽ അത് മാംസളമല്ലാത്ത ഒരു വിശ്വാസ ശൈലിയാണ്. രണ്ടും ചേരട്ടെ. അറിവും അനുഭവവും ചേരുന്ന ഒരു വിശ്വാസ ശൈലിക്ക് ദൈവകൃപ പ്രവർത്തിക്കുന്ന, ഒപ്പം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധി, ദൈവം എനിക്ക് നൽകിയ യുക്തിബോധം, റീസണിങ് പവർ, അതിനെ ഉപയോഗിച്ച് ഞാൻ നിരന്തരം ദൈവാന്വേഷകനായിക്കൊണ്ടിരിക്കുന്ന, അന്വേഷണം തുടരുന്ന ഒരു ശൈലി, ഇത് രണ്ടും നമ്മളിൽ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടാകട്ടെ. ശരിക്കും ഇന്ന് പുതിയ തലമുറയൊക്കെ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. മാതാപിതാക്കളാണ് ഇതിൻ്റെ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ നീട്ടി പറയും തോറും ചെറുപ്പക്കാർ ഓഡിയൻസ് മിസ്സായി പോകുമല്ലേ. പക്ഷേ ഷാലോം ടി വിയിൽ ഒരു മജോറിറ്റി ഓഡിയൻസും അവർ മുതിർന്നവരാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടി ചിലപ്പോൾ ഇത് ഷോർട്സ് ആയിട്ട് കട്ട് ചെയ്തിടും. അപ്പോൾ അവരതെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മുതിർന്നവരെന്നെ കേൾക്കുന്നവർ ഓർക്കേണ്ടതേ, നമ്മൾ ജീവിച്ച വിശ്വാസ ശൈലിയുടെ കാലം കഴിയാറായി. ഇനിയൊരു തലമുറ വരികയാണ്. നമുക്കെല്ലാം കൃപയായി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം കർത്താവ് തരുന്നത് സ്വീകരിക്കുമായിരുന്നു. ഇപ്പുറത്തൊരു തലമുറ വരുന്നുണ്ടേ, പുതിയൊരു തലമുറ. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ പോലെ അന്വേഷണ ത്വരയുള്ള, കാര്യങ്ങളെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവം നൽകിയ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കാര്യങ്ങളെ വിലയിരുത്തി വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ കയറി വരുന്നുണ്ട്. ആ തലമുറയ്ക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളും ഇനി ഈ അറിവിൻ്റെ തലവും അനുഭവത്തിൻ്റെ തലവും ചേർത്ത് വെച്ച് തുടങ്ങണം. അറിവില്ലാത്ത ഒരു വിശ്വാസ ശൈലിയായിട്ട് ഇത് ചുരുങ്ങിപ്പോകരുത്.
അനുഭവമില്ലാത്ത കേവലം അറിവിൻ്റെ തലത്തിൽ ഇത് നിന്നും നിലച്ചും പോകരുത്, സമം ചേരട്ടെ. ഇത് കൃത്യമായിട്ട് പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പത്രോസും പൗലോസും കൊണ്ടുള്ള സൗഹൃദം കൊണ്ടായിരിക്കും. ഒരേ സമയം രണ്ടുപേര് തമ്മിൽ ചേരുമ്പടി ചേരാത്ത രണ്ടെണ്ണമാണ് പത്രോസും പൗലോസും. പക്ഷെ അവർ ഒരുമിച്ച് സഭയെ പണിതു. അതുകൊണ്ടാണ് അവരെ വിളിക്കുന്ന പേര് സഭയുടെ തൂണുകളാണ്, പില്ലേഴ്സ് ഓഫ് ദ ചർച്ച്. തിരുസഭയുടെ നെടും തൂണുകളാണ്. കർത്താവെന്ന മൂലക്കല്ല് അത് പണിയപ്പെട്ടു. തൂണായി ഉയർന്നത് ആരൊക്കെ? പത്രോസും പൗലോസും. എന്താ തൂണിൻ്റെ മെച്ചം? തൂണിൻ്റെ മെച്ചം രണ്ടും കൂടെ ഒരിക്കലും മുട്ടിയിരിക്കത്തില്ല. രണ്ട് തൂണ് മുട്ടിച്ച് ചേർത്ത് പണിയേണ്ട കാര്യമില്ലല്ലോ. തൂണിന് കൃത്യമായ അകലമുണ്ട്. കൃത്യമായ അകലമുള്ളപ്പോഴും അതൊരു കെട്ടിടത്തെ ഒരുമിച്ച് താങ്ങി നിർത്തുന്നുണ്ട്. അതുപോലെയാണ് ഈ കൃപയുടെ തലവും അറിവിൻ്റെ തലവും. രണ്ടും തമ്മിൽ അല്പം അകലമുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഭവനം, സഭ പണിയപ്പെടുന്നത്, താങ്ങി നിർത്തപ്പെടുന്നത് എന്നോർക്കണം. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം എടുക്കാം ബൈബിളിൽ. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 18-ാം വാക്യം. 2 പത്രോസ് 3:18. അതിനകത്ത് 18-ാമത്തെ വാക്യം പത്രോസ്ലീഹയുടെ 2-ാം ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്. അവിടെ പത്രോസ്ലീഹ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫൈനൽ ബ്ലെസ്സിങ് കൊടുക്കുകയാണ്, ആശീർവാദം കൊടുക്കുന്ന ഭാഗമാണത്. അവിടെ പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ സാധനവും പത്രോസ്ലീഹ അവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ കൃപയിലും. എന്താ കൃപ? ഗ്രേസ്. യോഗ്യതയില്ലാതെ കർത്താവ് തരുന്നതിൻ്റെ പേരാണ് കൃപ. അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് എനിക്ക് തരുന്നതിൻ്റെ പേരാണ് കൃപ. ആട്ടിടയന്മാർ കൊടുത്തത് കൃപ. അപ്പോൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയിൽ നമ്മൾ വളരുക. ഒപ്പം അവനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരുക. അറിവിൻ്റെ തലവേദ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളുടെ ശൈലി, അന്വേഷിച്ച് പഠിച്ച് കർത്താവിലേക്ക് എത്തുന്ന ശൈലി. കൃപയിലും അറിവിലും വളരുന്ന സമൂഹമാകാം നമുക്ക്. കൃപയിലും അറിവിലും വളരുന്ന സമൂഹമാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായ 2025-ാം ആണ്ടിൻ്റെ ജൂബിലി വർഷമാണിത്. കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ, തിരുപ്പിറവിയുടെ വലിയ തിരുനാളിന് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, ഞങ്ങളിലും ഇത് രണ്ടും സമം ചേരട്ടെ. ദൈവകൃപ ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ഒപ്പം അറിവിൽ ഞങ്ങൾ വളരട്ടെ. കുറച്ചുകൂടെ കർത്താവിനെ താല്പര്യത്തോടെ തേടാൻ, അറിയാൻ, പഠിക്കാൻ, വായിക്കാൻ ഒക്കെയുള്ളൊരു പ്രചോദനം ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കട്ടെ. അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ വിചാരത്തോടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പാകെ നമുക്കിരിക്കാം. ഇന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഹോംവർക്കായിട്ട് തരുന്നത്, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ക്രിസ്ത്യൻ ബുക്ക് വായിച്ചിട്ടില്ലാത്തവരുണ്ട്. ആകപ്പാടെ വായിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ ബുക്ക് ഏതായിരിക്കും? നമ്മൾ വായിച്ചിരിക്കുന്നത് ബൈബിളായിരിക്കും. നമ്മളിൽ മെജോറിറ്റി. അതിന് പുറത്തോട്ടൊരു പുസ്തകം, ഒരു ക്രിസ്തീയ പുസ്തകം ഇന്ന് വരെ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആദ്യമായിട്ടൊരു തീരുമാനമെടുക്കുക. ഞാനൊരു ക്രിസ്തീയ പുസ്തകം, ഒരു കൊള്ളാം, ചെറുത് മതി, ഒരു പുസ്തകം വായിക്കാൻ തീരുമാനമെടുക്കട്ടെ. ഇനി കൈ അകലത്തിൽ ഒരു പുസ്തകം അവൈലബിൾ ആയിട്ടുള്ളവർ ഒരു പുസ്തകം ഇന്ന് വായിച്ച് തുടങ്ങട്ടെ. ഒരു വശത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തോരം പ്രാർത്ഥിച്ചു, കൊന്തയല്ലി, എന്തോരം ബൈബിൾ വായിച്ചു, കുർബാന അർപ്പിച്ചു, കൂദാശ എല്ലാം നന്നായിട്ട് പോയില്ലേ? അതിപ്പുറത്ത് കൃപയുടെ തലമാണ്. അറിവിൻ്റെ തലത്തെ നമുക്ക് മെല്ലെ ഒന്ന് ട്രിഗർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങളോട്, ഒരു പുസ്തകമെങ്കിലും, ഒരു ക്രിസ്ത്യൻ ബുക്ക്, അതൊരു വിശുദ്ധൻ്റെ ജീവചരിത്രമോ ആത്മകഥയോ ആകാം. ഏതെങ്കിലും ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ, സഭയിലെ ദൈവശാസ്ത്രജ്ഞൻ്റെ ഒരു നല്ല പുസ്തകം, വിശ്വാസത്തിൻ്റെ നല്ല മാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നല്ല പുസ്തകം. അക്ഷരാഭ്യാസം ഉണ്ടല്ലോന്നേ, വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി കർത്താവ് നൽകിയിട്ടുണ്ടല്ലോന്നേ. ഒരു പുസ്തകം വായിക്കാൻ തീരുമാനമെടുക്കുക. അപ്രോച്ചബിളായിട്ട്, ആക്സസബിളായിട്ട് ബുക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ ബുക്ക് പർച്ചേസ് ചെയ്യുകയോ കടം വാങ്ങിക്കുകയോ ചെയ്ത് വായിച്ചു തുടങ്ങുക. അതാണ് ഇന്നത്തെ സദ്വാർത്തയുടെ ഹോംവർക്ക് എന്ന് ഓർക്കുക. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.
മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന മോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ആത്മനെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി ആത്മനെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന ഈശോയെ പരിശുദ്ധനായവനെ നിനക്ക് ആരാധന തിരുമുമ്പാകെ ആരാധനയോടെ ആയിരിക്കുമ്പോൾ ഈ നാളുകളിൽ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ തിരുമുമ്പാകെ തിരുമുഖം കണ്ട് ഇങ്ങനെ നിൽക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈ കുറച്ചു നേരം വിശുദ്ധ വിചാരങ്ങളോടെ തിരുമുമ്പാകെ വ്യാപരിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ ഈശോ ഞങ്ങളുടെ പരിശ്രമങ്ങളോ ഞങ്ങളുടെ മെച്ചമോ അല്ല
നിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. കർത്താവേ, ഒരുക്കത്തോടെ തിരുമുമ്പാകെ നിൽക്കുവാൻ, ഭക്തിയോടെ നിന്നെ ആരാധിക്കുവാൻ, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വളരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവജനമേ, നമുക്കൊരല്പനേരം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിങ്കിലേക്ക് നോക്കി കരങ്ങൾ ചെറുതായി ഉയർത്തി തിരുസാന്നിധ്യത്തിൻ്റെ അവബോധത്തിലേക്ക് നമ്മുടെ ശരീരം പോലും ഉണരട്ടെ. മനസ്സ് കർത്താവിനെ ആരാധിക്കാൻ സജ്ജമാകട്ടെ. ആത്മാവ് നിലവിളിക്കുന്ന അനുഭവത്തോടെ പ്രാർത്ഥന ഉയരട്ടെ. നമുക്കൊരുമിച്ച് ഈശോയുടെ പരമപരിശുദ്ധിയെ, അവൻ്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞ് അവന് സ്തുതി കരയേറ്റാം. ഹല്ലേലൂയ. ഈശോയേ, 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 നന്ദി, ആരാധന കർത്താവേ, മഹത്വം ഈശോ, 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 ഈശോ. നിന്റെ സാന്നിധ്യത്തിന് നന്ദി അപ്പാ. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നിനക്ക് നന്ദി ഈശോയെ. ഞങ്ങൾ കേൾക്കുന്ന വചനത്തെ ഓർത്ത്, ഈ ശുശ്രൂഷയെ ഓർത്ത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് നിനക്ക് നന്ദി ഈശോയെ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ. കരങ്ങൾ ചെറുതായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയും ഗീതങ്ങളും ഉയരട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവേ, നിനക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമമ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ഒരിക്കൽ കൂടെ അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയെ, ഞങ്ങൾ ഇന്നത്തെ ധ്യാനത്തെ തിരുമുമ്പാകെ പ്രാർത്ഥനയായി ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ കേട്ടത് നിന്റെ തിരുസന്നിധിയിലേക്ക്, തിരുക്കുടുംബത്തിൻ്റെ ചാരത്തേക്ക് അണഞ്ഞ രണ്ടു പേര്, രണ്ട് കൂട്ടര്. ഒന്ന് ആട്ടിടയന്മാര്, മറ്റൊന്ന് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ. നിന്റെ ചാരത്തേക്ക് അണയാനുള്ള രണ്ട് ശൈലികളുടെ പ്രതീകങ്ങളാണ് അവർ രണ്ട് കൂട്ടരെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു കൂട്ടർ പൂർണ്ണമായും ദൈവകൃപയാലെ നയിക്കപ്പെട്ട് പുൽക്കൂട്ടിലേക്ക് എത്തിയവർ, ആട്ടിടയർ. മറ്റൊരു കൂട്ടർ ദൈവം നൽകിയ ബുദ്ധിയെ, ദൈവം നൽകിയ ചിന്തിക്കാനുള്ള അറിവിനെ, കഴിവിനെ ഉപയോഗിച്ച് ദൈവാന്വേഷണം നടത്തി ആ ദൈവാന്വേഷണത്തിൻ്റെ ഒടുക്കം നിന്നിലേക്ക്, കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് എത്തിയവർ. ഈ രണ്ട് ശൈലിയും സഭയിൽ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ ഇന്ന് കേൾക്കുകയായിരുന്നു. ഈ രണ്ട് ശൈലിയും കഴിയുന്നത്ര ഞങ്ങളും ശീലിക്കണമെന്ന് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. കർത്താവെ, ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ
ആട്ടിടയർക്കെന്നതുപോലെ കൃപ നിറയുന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെടുത്ത എഫേർട്ടിന് ഒട്ടും പ്രപ്പോർഷണേറ്റ് അല്ലാതെ ഉപരിയായ കരുണയും കൃപയും നീ ഞങ്ങളോട് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില ദൈവാനുഭവങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ ചോദിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് ഞങ്ങൾ? ഉത്തരമില്ല. നിന്റെ തീരുമാനം, നിന്റെ പദ്ധതി. എന്തുകൊണ്ട് ജെറുസലേമിലും പ്രാന്തപ്രദേശങ്ങളിലും ഒട്ടനവധി പേരുണ്ടായിരുന്നിട്ടും ആട്ടിടയർക്ക് ആ സദ്വാർത്ത എത്തിയതിൻ്റെ കാരണം ഒന്നും അറിയില്ല. അവരുടെ നിഷ്കളങ്കതയാകാം, ജോലിയോടുള്ള അവരുടെ ആത്മാർത്ഥതയാകാം, പിറന്നു വീണവൻ ലോകത്തിൻ്റെ ഇടയനായതുകൊണ്ടാകാം. പല കാരണങ്ങൾ ചിന്തിച്ചെടുക്കാമെന്നേ ഉള്ളൂ. ഈശോ, ഒറ്റ കാര്യം ഞങ്ങൾക്കറിയാം, നീ അങ്ങനെ തീരുമാനിച്ചു. നീ തീരുമാനിച്ചു ഈ വാർത്ത ആദ്യം അറിയേണ്ടത് ആടുകൾക്ക് കാവലിരിക്കുന്ന, ഉറക്കമുളച്ച് കാവലിരിക്കുന്ന ആ ഇടയന്മാരായിരിക്കണമെന്ന് നീ തീരുമാനിച്ചു. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും അങ്ങനെയാണ്. എന്തുകൊണ്ടെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുമ്പോൾ ഒടുക്കം പറയാനുള്ളത് നീ അങ്ങനെ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. കൃപയാണത്. യോഗ്യത നോക്കാതെ ഔദാര്യം എന്നതുപോലെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ക്രിസ്മസ് രാവുകൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ടപ്പാ. നന്ദി. അത്തരമെല്ലാ കൃപ നിറച്ച അനുഭവങ്ങൾക്കും, കരുണ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ അനുഭവങ്ങൾക്കും, സ്നേഹം ഔദാര്യമായി പെയ്തിറക്കിയ എല്ലാ അനുഭവങ്ങൾക്കും നിനക്ക് നന്ദി ഈശോയെ. കർത്താവേ, പക്ഷെ ചിലപ്പോഴൊക്കെ ഞങ്ങളും ജ്ഞാനികളെ പോലെ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, അന്വേഷിച്ചിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ലക്ഷണവും കാണിക്കില്ല. നിന്റെ സാന്നിധ്യം നീ വെളിപ്പെടുത്താത്ത നേരങ്ങൾ, വിശുദ്ധരുടെ ഭാഷയിൽ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം നേരങ്ങളിൽ മനസ്സും അടുക്കാതെ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ പോലെ ഒരു ദർശനം കാത്ത് മുന്നോട്ട് നടക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ അറിവ് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്, വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ സഭ കൈമാറി തന്നത്, സഭ ഞങ്ങളുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. പ്രത്യേകിച്ച് നീ ദാനമായി നൽകിയ ബുദ്ധിശക്തി, ഞങ്ങളുടെ യുക്തിബോധം ദൈവാന്വേഷണത്തിന് ഉതകുന്ന വിധത്തിൽ ഞങ്ങൾ ഉപയോഗിക്കട്ടെ. കർത്താവേ, അത്തരമൊരു അറിവിൻ്റെ മേഖലയെയും ഒപ്പം ആട്ടിടയന്മാർക്കെന്നതുപോലെ കൃപയുടെ മേഖലയെയും ത്വരിതപ്പെടുത്തുന്നത് നിന്റെ റൂഹായാണല്ലോ. നിന്റെ റൂഹായാണല്ലോ കർത്താവേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നത് നിന്റെ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങൾക്ക് അറിവ് നൽകുന്നത്. ആത്മാവ് നിറയുന്ന അനുഭവത്തിനായി പ്രാർത്ഥിക്കാം. അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും തലങ്ങൾ ഒരേപോലെ സഭയിലും നമ്മളിലും വളരുന്നതിനായി പ്രാർത്ഥിക്കാം. അറിവില്ലാത്ത അനുഭവ തലത്തിൽ വിശ്വാസം നിലച്ചു പോകുന്നൊരു കാലത്ത് അന്ധവിശ്വാസങ്ങൾ അകലെയല്ലെന്ന് തിരിച്ചറിഞ്ഞ് അറിവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കൃപ നിറയുന്ന അനുഭവങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, നിന്റെ വാഗ്ദാനമായ റൂഹാദ കുദിശായെ ഞങ്ങളിൽ നിറയ്ക്കണമേ. പാവനാത്മാവേ നിറയണമേ. ഞങ്ങളിൽ ഇരുട്ട് പടർന്നു കിടക്കുന്ന, ശൂന്യത തളം കെട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ അനുഭവങ്ങളിലേക്ക്, കാഴ്ചയും കാഴ്ചപ്പാടും ദർശനങ്ങളും ഇല്ലാതായി പോകുന്ന ആ വരൾച്ചയിലേക്ക് നിന്റെ റൂഹ വന്നിറങ്ങട്ടെ. നിന്റെ റൂഹ കാറ്റായി വീശട്ടെ. കർത്താവേ, തളർന്നുപോയ ഞങ്ങൾക്ക്, കൃപ നഷ്ടപ്പെട്ടും അറിവില്ലാതെയും തളർന്നുപോയ ഞങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കട്ടെ. എസക്കിയേലിന്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ മേൽ റൂഹ കാറ്റായി വീശിയപ്പോ അവയ്ക്ക് ജീവൻ വെച്ചതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും നീ ജീവൻ നൽകുക. വീണ്ടും ഞങ്ങൾക്ക് നീ ശക്തി നൽകുക. ദൈവാന്വേഷകരാകുവാൻ കൃപയാലെ നയിക്കപ്പെട്ട്, അറിവിനാൽ തെളിക്കപ്പെട്ട്,
നിന്റെ അന്വേഷകരായി, നിന്റെ ദർശനം സ്വന്തമാക്കുന്നവരായി മാറുവാൻ റൂഹായേ നിറയണമേ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഈശോയെ, പാപദാഹങ്ങൾ എന്നിലേറുന്നൊരു കാലത്ത് നിന്നെ തേടാൻ എനിക്ക് നൽകിയ ബുദ്ധിയിൽ ലോകത്തിന്റെ കൗതുകങ്ങളെ ഞാൻ തേടി അകലുമ്പോ, പാപത്തിന്റെ ദാഹം എന്നിലേറുമ്പോ, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ റൂഹ നിറയുന്ന അനുഭവം ഉണ്ടാകട്ടെ. പാപദാഹത്തിൽ ഞാൻ വലഞ്ഞു പോകുമ്പോ നിത്യജീവന്റെ ഉറവ എനിക്കായി തുറന്നു നൽകപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. കർത്താവേ, സ്നേഹമില്ലാതായി പോകുന്ന, സ്നേഹം വറ്റിപ്പോകുന്ന എൻ്റെ അനുഭവങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് പാറയിൽ നിന്ന് നീ ഇസ്രായേലിനായി ജലമൊഴുക്കിയതുപോലെ എനിക്ക് വേണ്ടി കൃപയുടെ ഒഴുക്ക് നീ തുറന്നു തരട്ടെ. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക പാവനാത്മാവേ. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഈശോയുടെ മുമ്പാകെ മുട്ടുമേ നിന്ന് ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ, എന്നിലെ പാപമുള്ളുകളെ മാറ്റി, എന്നിലെ പാപചായ്വുകളെ മാറ്റി, വീണ്ടും എന്നിൽ നീ തീ ഇടണേ കർത്താവേ. ഒരഗ്നി എന്നിൽ കത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ. ദൈവസ്നേഹത്തിൻ്റെ തീ, കൃപ നിറയുന്ന അഗ്നി അനുഭവം, ദൈവാന്വേഷണത്തിൻ്റെ കത്തൽ എന്നിലുണ്ടാകാൻ തക്കവിധം നിന്റെ റൂഹായെ എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥ ദൈവാന്വേഷകരാകട്ടെ. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധിയിൽ അവർ ഈശോയെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ആ അന്വേഷണ വഴിയിൽ കർത്താവേ, നിന്റെ കൃപ അവരെ പൊതിയട്ടെ. അങ്ങനെ കൃപയിലും അറിവിലും ഒരു തലമുറ വളർന്നു വരുവാൻ തിരുമുമ്പാകെ യാചിച്ചുകൊണ്ട് ഈശോ, നിന്റെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കട്ടെ. ഓ
എന്നൊരു ഭൂവിൽ പാവങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ വീശിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാവങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ 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 ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എന്നുമെന്നും അങ്ങേക്ക് ആരാധന.